എനിക്കെന്താ ചിലത് പറയാനുള്ളതെന്നല്ലേ? പ്രത്യേകിച്ചൊന്നുമില്ല. ഈ വീഡിയോ കാണുന്നതോ കേൾക്കുന്നതോ ആയ ആർക്കെങ്കിലും ഞാൻ കാരണം മുന്നോട്ട് വന്ന ഒരു പ്രചോദനമാവാൻ പറ്റുമെങ്കിൽ അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന് സ്വയം വിചാരിച്ച് വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടിയിരുന്ന ഒരാളാണ്. എനിക്കെൻ്റെ അമ്മ, ഭർത്താവ്, മക്കൾ ഈ ഒരു ലോകത്ത് മാത്രം ഒതുങ്ങിക്കൂടിയ ഒരു വ്യക്തിയാണ്. പുറത്തിറങ്ങാൻ പോലും മടിയായിരുന്നു. ഒരു ഫോട്ടോ എടുക്കാൻ പേടിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളായതിന് ശേഷം എനിക്ക് തൈറോയ്ഡ് വന്നിട്ട് എൻ്റെ ശരീരം കൊണ്ട് തടിക്കുകയും മുഖത്തിന് മാറ്റം വരികയും പ്രായത്തിൽ കവിഞ്ഞ പ്രായം തോന്നിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്കതൊരു പ്രശ്നമല്ലെങ്കിലും എൻ്റെ ഭർത്താവിനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ മക്കൾക്കും അതൊരു പ്രശ്നമല്ലെങ്കിലും കാണുന്നവർക്കൊക്കെ അത് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം പുറത്തിറങ്ങുമ്പോൾ നീ ഏത് റേഷൻ കടയിൽ നിന്നാണ് അരി വാങ്ങുന്നത്, ഞങ്ങൾക്കൂടെ ഒന്ന് പറഞ്ഞാൽ, നീ മക്കൾക്കൊന്നും കൊടുക്കുന്നില്ല, എല്ലാം നീ തന്നെയാണോ കഴിക്കുന്നത്, അമ്മയും ഞാനും കൂടെ പോകുമ്പോൾ അമ്മയും മോളും ആണെന്ന് പറയില്ല. ആ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഒരുപാട് കേട്ടപ്പോഴത്തേക്ക് പുറത്തിറങ്ങാനേ മടിയായി. എത്ര പേരോട് പറയാൻ പറ്റും, അയ്യോ ഞാൻ തടിച്ചത് എനിക്ക് തൈറോയ്ഡ് ഉള്ളത് കൊണ്ടാണ് ഞാൻ തടിച്ചത്, എനിക്ക് അല്ലാണ്ട് ഞാൻ കഴിച്ചിട്ടല്ല. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ പറയുമായിരുന്നു. എന്നെക്കാട്ടിയും ഒരുപാട് വയസ്സിന് മൂത്തവരൊക്കെ എന്നെ കയറി ആൻറ്റീന്നും ചേച്ചിന്നൊക്കെ വിളിക്കുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് വിഷമം തോന്നും. അപ്പോഴൊക്കെ ഞാൻ പറയും, അയ്യോ അല്ല, എനിക്ക് അത്ര പ്രായമില്ല, എനിക്ക് ഇത്ര പ്രായമുള്ളെന്നൊക്കെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായി, നമ്മൾ തിരുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. പറയാനുള്ളവർ പറയും, ചോദിക്കാനുള്ളവർ ചോദിക്കും. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ കരുതി, ഞാൻ പുറത്തിറങ്ങിയാലല്ലേ മറ്റുള്ളവർ എന്നെ അങ്ങനെ ചോദിക്കാനും പറയാനും നിൽക്കത്തുള്ളൂ. എങ്ങും പോകണ്ട, വീടിനകത്ത് എന്നെ ഒതുങ്ങിക്കൂടി ജീവിക്കാമെന്ന്. അതെൻ്റെ അമ്മയ്ക്കും ഭയങ്കര വിഷമമായിരുന്നു, എൻ്റെ ഭർത്താവിനും ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഒരു ഫോട്ടോയ്ക്ക് പോലും ഞാൻ നിൽക്കില്ല. കാരണം ഞാൻ ഭയങ്കരമായിട്ട് മേക്കപ്പ് ഇടുന്ന ഒരാളൊന്നും അല്ല. എനിക്ക് ഒരുങ്ങി നടക്കാൻ ഭയങ്കര അതിനോടൊന്നും വലിയ കമ്പമുള്ള ഒരാളല്ല. ആഭരണങ്ങളുടെ കമ്പമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരുങ്ങി നടക്കണമെന്നില്ല. പക്ഷേ എല്ലാവരും ഒരുങ്ങി നടക്കുമ്പോൾ കൂട്ടത്തിൽ ഞാനാണ് ഏറ്റവും ഇളയതെങ്കിൽ പോലും എല്ലാവരും എന്നെ ആയിരിക്കും ഏറ്റവും മൂത്തതായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫോട്ടോ എടുക്കാനായാലും എവിടെയെങ്കിലും പോകാനായാലും ഒന്നും തയ്യാറല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വിഷമം കണ്ടപ്പോഴാണ് അപ്പോൾ എനിക്ക് ഒന്നിനും കഴിവില്ലാന്ന് ഞാൻ സ്വയം തന്നെ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുന്നതാണ്, നീ കുക്ക് ചെയ്യുന്നത് എന്ത് ടേസ്റ്റായിട്ടാണ് നീ എല്ലാ ആഹാരവും ഉണ്ടാക്കുന്നത്, നിനക്ക് അതൊരു കഴിവാണ്. അത് കഴിവല്ലെന്ന് ആരാ പറഞ്ഞത്? എല്ലാത്തിനും ഓരോരുത്തർക്കും ഓരോ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. നീ യൂട്യൂബിലൊരു ചാനൽ തുടങ്ങിയിട്ട് നിനക്കറിയാവുന്നത് എന്തെങ്കിലുമൊക്കെ നീ അതിൽ ഇട്. അപ്പോൾ ആൾക്കാർ നിന്നെ അറിയും, നിനക്കും അതൊരു മനസ്സിനൊരു സന്തോഷം തരും. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്കതിൽ നിന്നൊരു ലൈക്ക് കിട്ടുമെന്നോ, അതിൽ നിന്നൊരു സബ്സ്ക്രൈബർ കിട്ടുമെന്നോ, കമൻറ്റ് കിട്ടുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചിരുന്നതല്ല. പക്ഷേ എന്തോ ഒരു ഇതിൽ ഞാൻ തുടങ്ങിയതാണെങ്കിൽ പോലും അതിൽ നിന്നും കിട്ടിയ ഓരോ ലൈക്കും സബ്സ്ക്രൈബേഴ്സും ഒക്കെ എന്നെ ഒരുപാട് എന്താ പറയുക, എനിക്കും കഴിവുണ്ട്, എനിക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാക്കി തന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെപ്പോലെ ചിന്തിച്ച് വീട്ടിനകത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഒരു ലൈക്ക് കിട്ടിയാൽ മതി, അതിൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്ക് എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് കിട്ടിയ ലൈക്കാണ്, ഞാൻ ചോദിച്ച് വാങ്ങിച്ചതല്ല. എൻ്റെ വീഡിയോ കണ്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് കിട്ടിയൊരു ലൈക്കാണ്. അപ്പോൾ എനിക്കും കഴിവുണ്ട്. ഞാൻ മറ്റുള്ളവരുടെ മുമ്പേ ഇറങ്ങി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിരൂപയല്ല. ദൈവം എനിക്ക് തന്ന സൗന്ദര്യം അത് എപ്പോൾ എത്ര വലിയ സുന്ദരിയാണെങ്കിലും സുന്ദരന്മാരാണെങ്കിലും ഒരു ചൂടുവെള്ളം വീണാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും എല്ലാം. അപ്പോൾ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പരസ്പരം മനുഷ്യരെ കളിയാക്കാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും അവരുടേതായ കുറ്റവും കുറവൊക്കെ ഉണ്ടാവും. ഇത്ര മാത്രമേ പറയാനുള്ളൂ.